നമസ്കാരം. ചാലക്കുടി സ്വദേശിനിയായ ഡോണ സാജന്റെ കൊലപാതകിയായ ഭർത്താവിനെ ഇനിയും കണ്ടെത്താൻ കഴിയാതെ കനേഡിയൻ അന്വേഷണ സംഘം. കാനഡയിൽ കൊല്ലപ്പെട്ട ചാലക്കുടി സ്വദേശിനി ഡോണയുടെ സംസ്കാരം ഇന്ന് നടക്കും. ഡോണയെ കൊലപ്പെടുത്തിയ ഭർത്താവ് ലാൽ കെ പൗലോസ് ഇപ്പോഴും ഒളിവിലാണ് എന്നാണ് സൂചനകൾ. ഡോണയുടെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്ന 1.5 കോടി രൂപയും ഡോണയുടെ ഫോണും കൊണ്ടാണ് ലാൽ കടന്നു കളഞ്ഞത്. ലാൽ ഡൽഹിയിൽ വിമാനമിറങ്ങിയതായി പോലീസിന് വിവരം ലഭിച്ചിട്ടുണ്ട്. ലാലിൻ്റെ പാസ്പോർട്ടിൻ്റെ കാലാവധി 19-ാം തീയതി കഴിഞ്ഞിരുന്നു. ഇയാൾ രാജ്യത്ത് തുടരുകയോ വ്യാജ പാസ്പോർട്ടിൽ നാടുവിടുകയോ ചെയ്തിരിക്കാമെന്നാണ് സംശയം. ലാൽ രക്ഷപ്പെടാതിരിക്കാനുള്ള നടപടി പോലീസ് വേഗത്തിൽ സ്വീകരിക്കണം എന്നാണ് കുടുംബത്തിൻ്റെ ആവശ്യം. കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടണം എന്നാണ് ഡോണയുടെ കുടുംബം ആവശ്യപ്പെടുന്നത്. കാനഡ പോലീസിന് ഇക്കാര്യത്തിൽ വലിയ വീഴ്ചയുണ്ടായി. അതിനിടെ ലാലിനെ കണ്ടെത്താൻ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കണമെന്ന് ഡോണയുടെ കുടുംബം ആവശ്യപ്പെട്ടു. അന്വേഷണത്തിന് കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടാനും ഡോണയുടെ കുടുംബം നീക്കം തുടങ്ങിയിട്ടുണ്ട്. 18 ദിവസത്തിന് ശേഷം കാനഡയിൽ നിയമ നടപടികൾ പൂർത്തിയാക്കിയാണ് ഡോണയുടെ മൃതദേഹം ജന്മനാട്ടിൽ എത്തിച്ചത്. മെയ് 7-ന് ഡോണയുടെ ഭർത്താവ് ലാൽ കെ പൗലോസ് ഡോണയുടെ സഹോദരന് ഡോണയും താനും ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്ന ഇമെയിൽ അയച്ചിരുന്നു. കാനഡ പോലീസുമായി വീട്ടിലെത്തി പരിശോധന നടത്തുമ്പോഴാണ് ഡോണയുടെ മൃതശരീരം കണ്ടെത്തുന്നത്. ഒരു ദിവസത്തിലേറെ പഴക്കമുണ്ടായിരുന്നു ശരീരത്തിന്. ചൂതാട്ടത്തിൽ ഉൾപ്പെട്ട് കടക്കാരനായ ലാൽ കെ പൗലോസ് ഡോണയുമായി പലകുറി വഴക്കിട്ടിരുന്നു. വീണ്ടും ചൂതാട്ടത്തിൽ പണമിറക്കുന്നത് ഡോണ തടഞ്ഞതുകൊണ്ട് അവരെ കൊന്നതാണ് എന്നാണ് സംശയിക്കുന്നത്. പ്രാഥമിക പരിശോധനകൾക്ക് ശേഷം ഡോണയുടേത് കൊലപാതകമാണെന്ന് കാനഡ പോലീസ് ബന്ധുക്കളെ അറിയിച്ചിരുന്നു. പടിക്കല സാജൻ്റെയും ഫ്ലോറയുടെയും മകൾ ഡോണ സാജൻ മെയ് 7-നാണ് വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭർത്താവ് കുറ്റിച്ചിറ കണ്ണമ്പുഴ കുടുംബാംഗമായ ലാൽ കെ പൗലോസാണ്. സംഭവ ദിവസം തന്നെ ലാൽ കെ പൗലോസ് ഇന്ത്യയിലേക്ക് കടന്നുവെന്നാണ് സംശയം. 8 വർഷമായി ഇരുവരും കാനഡയിൽ അക്കൗണ്ടന്റുമാരായി ജോലി ചെയ്യുന്നു. 3 വർഷം മുൻപായിരുന്നു വിവാഹം. വീട് പൂട്ടിക്കിടക്കുന്നത് കണ്ട് സമീപവാസികൾ വിവരം നൽകിയതിനെ തുടർന്ന് പരിശോധിച്ചപ്പോഴാണ് യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഭാര്യയെ കൊന്ന് ഭർത്താവ് നാടുവിട്ടു എന്നായിരുന്നു സംശയം. ശാസ്ത്രീയ തെളിവുകളിലൂടെയാണ് ഡോണയുടേത് കൊലപാതകമെന്ന് പോലീസ് ഉറപ്പിച്ചത്. അതിനുശേഷമാണ് ഭർത്താവിനെതിരെ വാറണ്ട് പുറപ്പെടുവിച്ചത്. കനേഡിയൻ മാധ്യമങ്ങളിലും വെബ്സൈറ്റുകളിലും ഇയാളുടെ ചിത്രം സഹിതം വാർത്തയും നൽകി. പ്രതിയെക്കുറിച്ച് വിവരമുള്ളവർക്ക് ബന്ധപ്പെടാൻ ഫോൺ നമ്പരും നൽകിയിട്ടുണ്ട്. ഇതിനൊപ്പമാണ് കേരളത്തിലുള്ള ബന്ധുക്കളെയും വിവരം അറിയിക്കുന്നത്. ഡോണ വീടിനുള്ളിൽ മരിച്ച സംഭവത്തിൽ ഇദ്ദേഹം ഇന്ത്യയിൽ തന്നെ തുടരുന്നു എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരുന്നുണ്ട്. പാലസ് റോഡിൽ പടിക്കല സാജൻ്റെയും ഫ്ലോറയുടെയും മകൾ ഡോണയാണ് ഒരാഴ്ച മുൻപ് മരിച്ചത്. പൂട്ടിക്കിടന്ന വീട് കുത്തിത്തുറന്ന് അകത്ത് കയറിയാണ് മൃതദേഹം പോലീസ് കണ്ടെടുത്തത്. 16-ാം തീയതിയാണ് കാനഡയിലുള്ള ബന്ധുക്കൾക്ക് മൃതദേഹം കാണാൻ അനുമതി ലഭിച്ചത്. മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന നിലയിൽ കാനഡ പോലീസ് അന്വേഷണം തുടരുകയാണ്. ഭർത്താവ് ലാൽ കെ പൗലോസ് ഡൽഹിയിൽ എത്തിയെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നേരത്തെ വിവരം ലഭിച്ചിരുന്നു. പക്ഷേ അന്വേഷണം എങ്ങും എത്തിയില്ല. ഡോണയുടെ ബന്ധുക്കൾ കേരള പോലീസ് മേധാവിക്കും റൂറൽ ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. 3 വർഷം മുൻപായിരുന്നു ഇരുവരുടെയും വിവാഹം.